അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ലളിതയെ നോക്കി. ഇവരുടെ വിവാഹത്തിന്റെ കൂടെ ഇച്ചുവിന്റെയും ചന്തുവിന്റെയും കൂടെ നടത്തണം. വെറുമൊരു താലി അണിഞ്ഞാൽ മാത്രം സുമംഗലിയാകില്ല. അതിന് അതിൻ്റെതായ രീതികളുണ്ട്. ഒക്കെയും അതുപോലെ വേണം. മഹി ചന്തുവിനെ നോക്കി. അവളുടെ കണ്ണുകൾ നാണത്താൽ താഴ്ന്നു. എന്നാ പിന്നെ ദേ ഇവന്റെയും ചേർത്ത് 3 കല്യാണം ഒന്നിച്ചങ്ങ് നടത്തിയാലോ? സമൂഹ വിവാഹമാകട്ടെ. അതിന് പെണ്ണിനെ വേണ്ടേ? വേണം. പെണ്ണുണ്ടല്ലോ, എന്റെ ദേവൂട്ടി. ഹേ, അങ്ങനെ ഒരു സംഭവം കിടന്നിട്ടാണോ എന്റെ നെഞ്ചിടിപ്പ് കൂട്ടിയത്? ശരത്ത് ചോദിച്ചു പോയി. അവിടെ കൂട്ടച്ചിരി ഉയർന്നു. പക്ഷെ അരുൺ മാത്രം മൗനമായിരുന്നു. അത് മഹി ശ്രദ്ധിച്ചു. എടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. നിനക്കിഷ്ടമില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. നീ ടെൻസ്ഡ് ആകണ്ട. അതേസമയം രോഹിയുടെ റൂമിന് മുന്നിൽ നിന്ന് ദേഷ്യത്തോടെ കോളിംഗ് ബെൽ അമർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് ലച്ചു. ഏത് മറ്റേ മോനാടാ ഇങ്ങനെ ചെകിട് പൊട്ടിക്കുന്നത്? അകത്തു നിന്നും പച്ചത്തെറിയോടുകൂടി ഡോർ തുറന്നു. എടാ, അവൾ ആരാണെന്ന് നോക്കാതെ തെറി വിളിച്ചു. പൊടുന്നനെ അവളുടെ കവിളിൽ ശക്തിയിൽ അടിയേറ്റപ്പോഴാണ് അവൾ വാതിലിലേക്ക് നോക്കിയത്. ഒരു മധ്യവയസ്കനെ കണ്ട് അവൾ പകച്ചു. നീ ഏതാടി ഊരുമ്പറ്റോളെ? രാവിലെ വന്ന് ബെല്ല് പൊട്ടിച്ചതും പോരാ, പുഴുത്ത തെറിയും പറയുന്നോ? അയാൾ നിന്ന് വിറച്ചു. അത് രോഹിത്ത്. അവൻ. ഏത് രോഹിത്ത്? നീ ആരെ തിരക്കി വന്നതാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ കരണമടിച്ചു പൊട്ടിക്കും ഞാൻ. സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത അഹങ്കാരി. എടോ കിളവാ, കൂടുതൽ വിളച്ചിലെടുത്താ താൻ എന്നെ പിടിച്ചു എന്ന് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. തനിക്ക് അറിയില്ല ഈ ലച്ചു ആരാണെന്ന്. നീ ആരായാലും എനിക്കെന്താടി? ചെല്ല്, പൊന്നുമോൾ പോയി സൗത്ത് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്ക്. നിന്നെ തൂക്കിയെടുത്ത് അകത്തിടുന്നത് ഞാൻ കാണിച്ചു തരാം. എടോ, അവൾ ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി വിറപ്പിച്ചു. അയാൾ ആ വിരൽ പിടിച്ചു മടക്കി. എന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടാറായോ നീ? പെട്ടെന്ന് പിന്നിൽ കാൽപെരുമാറ്റം കേട്ട് അവൾ തിരിഞ്ഞു. പോലീസ് കോൺസ്റ്റബിൾസിനെ കണ്ടതും അവളുടെ മുഖം തെളിഞ്ഞു. കണ്ടോളോ, ഞാൻ മനസ്സിൽ കണ്ടപ്പോഴേക്കും എനിക്ക് വേണ്ടത് മുന്നിൽ കിട്ടിയത്. അവൾ അഹങ്കാരത്തോടെ അയാളെ നോക്കി. മോർണിംഗ് സർ. സാർ ഇന്ന് ക്വാർട്ടേഴ്സിലേക്ക് മാറുമല്ലേ? കോൺസ്റ്റബിൾ ചോദിച്ചത് കേട്ട് അവൾക്ക് തല കറങ്ങിപ്പോയി. അവൾ ഞെട്ടലോടെ വാതിൽ നിൽക്കുന്ന ആളെ നോക്കി. സർ, ഇത് മനോജേ, ഇതെന്നെ അകത്താക്കാൻ വന്നവളാ. ഞാൻ അവളുടെ എവിടെങ്ങാണ്ടോ പിടിച്ചെന്ന്. സർ? അതേടോ, വന്നു ഭയങ്കര ഷോ. എവിടുന്ന് കെട്ടിയെടുത്തതാണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കി കൊടുത്തിട്ട് വിട്ടാൽ മതിയെന്ന് തീരുമാനിച്ചു. ഇവളെ പിടിച്ച് ജീപ്പിൽ കയറ്റ്. ലച്ചു ധൈര്യം സംഭരിച്ചു. അതെ സാറേ, നിയമമൊക്കെ എനിക്കും അറിയാം. അങ്ങനെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇടുന്നത്? തന്നെയുമല്ല, ഞാനൊരു പെണ്ണാണ്. എന്നെ അറസ്റ്റ് ചെയ്യണേ തന്നെ വനിതാ പോലീസ് വേണം. എവിടെ? നിങ്ങളുടെ കൂട്ടത്തിൽ വനിതയുണ്ടോ? അയാൾ കൈ നിവർത്തി ഒരെണ്ണം അങ്ങ് പൊട്ടിച്ചു. അവൾ നിലത്തേക്ക് വീണുപോയി. ഡേ, കൂടുതലുണ്ടാക്കല്ലേ. മനോജേ, ഇവളോട് പറ മിണ്ടാതെ അവിടെ മൂലക്കെങ്ങാനും പോയി നിൽക്കാൻ. വെറുതെ എൻ്റെ. അയാൾ തലമുടിയിൽ വിരൽ കയറ്റി അമർത്തി വലിച്ച് കണ്ണുകൾ അടച്ചു പിടിച്ചു. എന്റെ കൊച്ചെ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഇങ്ങേർക്ക് ഭ്രാന്ത. ഇനിയും വായിട്ടലച്ച നിന്റെ പൊടി പോലും കാണില്ല. സ്വന്തം ഭാര്യയും കുഞ്ഞും കൺമുന്നിൽ മരിച്ച ഷോക്ക. ഗണ്ണെടുക്കും മുന്നേ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. കോൺസ്റ്റബിൾ മെല്ലെ പിറുപിറുത്തു പറഞ്ഞതും ലച്ചു അയാളെ ഒന്ന് നോക്കി. ഉള്ളിലെവിടെയോ ഒരു കുഞ്ഞു പേടി തലപൊക്കി നോക്കി. അവൾ പിന്നെ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. അവിടുന്ന് ഓടിത്തള്ളി. ആ വഴിയിൽ പിന്നെ പുല്ലുപോലും കിളിർത്തിട്ടില്ലെന്നാ അറിയാൻ കഴിഞ്ഞത്. അവൾ നേരെ അജു വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ചെന്നു. വിസിറ്റർ ഉണ്ടെന്നറിഞ്ഞ അജു രോഹിത് ആകുമെന്നോർത്ത് സന്തോഷിച്ചെത്തിയപ്പോഴോ നിന്ന് ചവിട്ടിത്തേക്കുന്ന ലച്ചുവിനെയാണ് കാണുന്നത്. ഇവളെന്താ ഇവിടെ? അപ്പോഴേക്ക് ലച്ചു അവനെ കണ്ടു കഴിഞ്ഞു. എടാ, നിന്റെ കൂട്ടുകാരൻ എവിടെടാ? ആ ചെറ്റ എന്നെ ചതിച്ച് കടന്നു കളഞ്ഞു. അവന്റെ ഫോണും കിട്ടുന്നില്ല. അവൾ അവന്റെ കോളറിൽ പിടിച്ചലറി. ഛീ,
കൈയെടുക്കടി ചൂലേ. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. അവൾ അറിയാതെ കൈയെടുത്തു പോയി. എന്റെ കൂട്ടുകാരൻ നിന്നെ ചതിച്ചെന്നോ? നാണമുണ്ടോടി നിനക്കിതെന്റെ മുന്നിൽ വന്നു നിന്ന് വിളിച്ചു കൂവാൻ? അവൻ എന്നെങ്കിലും നിന്നെ തേടി വന്നിട്ടുണ്ടോടി? നിന്റെ തീർക്കാൻ നീ അവനെ തേടി വരും. എന്നിട്ട് നീ ആ പാവം നിന്നെ സ്നേഹിച്ചു പോയി. അതാ അവൻ ചെയ്ത തെറ്റ്. ഞാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കാത്ത ഒരേ ഒരു കാര്യം, അത് നിന്റെ കാര്യം മാത്രമാ. അവന് നിന്നെ അത്രയ്ക്കും ഇഷ്ടമാടി ചെറ്റേ. നിന്നെപ്പോലൊരുത്തിയെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോഴാ അവന് നിന്നോട് ദിവ്യപ്രേമം. നിനക്ക് വേണ്ടെങ്കിലും അവന് നിന്നെ വേണം. അവൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതതിനു വേണ്ടി മാത്രമാ. അല്ലാതെ നിന്നെ പോറ്റാൻ കാശ് വേണം പോലും. രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുക അവൻ. അവന് നല്ലൊരു ജോലി ആയപ്പോൾ ഞാൻ കരുതി നിന്നോടുള്ള അവന്റെ പൂതി തീരുമെന്ന്. പക്ഷെ അവൻ നന്നാവില്ല. ഈ ജന്മം നന്നാവില്ല. ഈ ലോകത്ത് വേറെ പെണ്ണില്ലാത്ത പോലെ, അവന് വേറെ പെണ്ണിനെ കിട്ടാത്ത പോലെ നിന്നെ മതി പോലും. നിന്നെ ചുമക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞിട്ടും ആ കഴുതയുടെ തലയിൽ കയറുന്നില്ല. അവന്റെ മാനേജർ അയാളുടെ മോളെ അവൻ ആലോചിച്ചു. അറിയോ നിനക്ക്, ഞാൻ ഉൾപ്പെടെ നിന്നെ അറിയുന്ന ഏവർക്കും ഒന്നേ പറയാനുള്ളൂ. നീ എന്ന പൂതനെ മനസ്സിൽ നിന്നും പിഴുതെറിഞ്ഞ് ജീവിതം ആസ്വദിക്കാൻ അവനതിന് തയ്യാറല്ല. അവന്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീ ആയിരിക്കും പോലും. അനുഭവിക്കട്ടെ, അല്ലാതെ ഞാനെന്ത് പറയാൻ? എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത്. ഇറങ്ങിപ്പോടി പൊന്നം. അന്നാദ്യമായി അവൾ ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അജു ചവിട്ടി കുലുക്കി തിരികെ പോയതും അവൾ തല കുനിച്ചു പിടിച്ചു തന്നെ പുറത്തേക്കിറങ്ങി. അവളുടെ ഉള്ളിൽ ക്യാമ്പസ് ഓടിയെത്തി. ഗേറ്റിനരികെ നിറഞ്ഞ ചിരിയോടെ തന്നെ കാത്തു നിൽക്കുന്ന ഒരു പൊടിമീശക്കാരൻ. ആദ്യമൊക്കെ തനിക്ക് പുച്ഛമായിരുന്നു. പക്ഷേ ലഹരി മൂത്ത സമയത്തെപ്പോഴോ കാര്യങ്ങൾ കൈവിട്ടുപോയി. ആദ്യമായി അവൻ്റെ പ്രണയം ഏറ്റുവാങ്ങുമ്പോൾ ഹൃദയം പോലും അവൻ അടിമപ്പെട്ടിരുന്നു. പക്ഷെ പിന്നെയും മനസ്സ് പണക്കൊതിയിലേക്ക് നീണ്ടു. ഒരിക്കലും കിട്ടാത്ത മുന്തിരിയുടെ പിന്നാലെ അലഞ്ഞു, കയ്യിലിരുന്ന വജ്രത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട്. അവളുടെ കണ്ണിൽ നിന്നും രണ്ടിറ്റ് കണ്ണുനീർ പൊഴിഞ്ഞു. രോഹി, എവിടെയാടാ നീ? ഇന്നാദ്യമായി ഒരു ലഹരിക്കും അടിമപ്പെടാതെ നിന്നെ ഒന്ന് കാണാൻ, നിന്റെ നെഞ്ചിലെ ചൂടേൽക്കാൻ കൊതി തോന്നുന്നടാ. അവളുടെ ചുണ്ട് വിതുമ്പിപ്പോയി. പെട്ടെന്ന് അവളുടെ കണ്ണിൽ ഇരുട്ട് നിറഞ്ഞു. രോഹി എന്നു പിറുപിറുത്തുകൊണ്ട് അവൾ ഊർന്നു വീണുപോയി. ദേവാ, മഹാദേവാ, ആരെങ്കിലും ഉണ്ടോ അവിടെ? മഹേശ്വരി ഉച്ചത്തിൽ വിളിച്ചു. അവർക്ക് കാലുകൾ രണ്ടും തളർന്നു പോകും പോലെ. ആരുടെയും അനക്കം കേൾക്കുന്നില്ല. ദേവു, ദേവു! അവരുടെ നാവ് കുഴഞ്ഞു. കണ്ണുകൾ മേലെ കുരുണ്ട് കയറി. നാത്തൂനെ! ഓടി വന്ന ഉമ്മ അവരുടെ വെപ്രാളം കണ്ട് അലറിപ്പോയി. മോനെ ദേവ്! ആര്യേ! അവരുടെ വിളിയിൽ പരിഭ്രാന്തരായവർ ഓടിയെത്തി. മഹേശ്വരി കാണിക്കുന്ന വെപ്രാളം കണ്ടതും അവർക്ക് ഭയം തോന്നി. അമ്മേ, ഞാൻ വണ്ടി ഇറക്കാം, അപ്പച്ചിയെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാം. ദേവ് ഓടി. ആര്യയും ഉമ്മയും അവരെ എടുത്തുയർത്തി പുറത്തേക്ക് നടന്നു. ഞാൻ മരിക്കാൻ പോവാ. എനിക്ക് മഹിയെ ഒന്ന് കാണണം, അവർ വെപ്രാളം തല്ലിക്കൊണ്ട് പറഞ്ഞു. ഒന്നുമില്ല നാത്തൂനെ, വെറുതെ തോന്നുവാ. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലെത്തും. അപ്പോഴേക്കും അവർ ഈശ്വരിയെ കാറിൽ കയറ്റി. അവരുടെ വായിൽ നിന്നും കൊഴുത്ത വെള്ളം ഒഴുകിയതും ഉമ അകത്തേക്കോടി. 2 മരണം, ദത്തിന്റെ തിരോധാനം എല്ലാം കൂടെ അവരെ തളർത്തിയിരുന്നു. ഇനിയും ഒരു മരണം അവർക്ക് താങ്ങാൻ കഴിയില്ല. ദേവ്, നീ ചേച്ചിയുടെ കൂടെ വേഗം ചെല്ല്. ആര്യ പറഞ്ഞതും അവനും അകത്തേക്കോടി. ആര്യേ, നീ എൻ്റെ മഹിയോട് പറയണം, ഈ അമ്മയോട് പൊറുക്കാൻ. എനിക്ക് സാരഥി ഇഷ്ടമായിരുന്നില്ല. അയാൾ ബലമായി നേടിയത് തന്നെ. എനിക്ക് ഞാൻ നിന്നോട് പറയാം. ദത്ത്
ദത്തല്ല, സാരഥിയെ കൊന്നത് ഞാനാ. ചേച്ചി! ആര്യ നടുങ്ങിപ്പോയി. എനിക്ക് അയാളെ അത്രയ്ക്ക് വെറുപ്പായിരുന്നു. ദത്ത് പോയപ്പോൾ ഞാൻ റൂമിൽ കയറി. അയാൾ ചത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാനാ, എൻ്റെ ഈ കൈകൊണ്ടാ. എനിക്കതിൽ കുറ്റബോധമില്ല. ഇന്നും ഞാൻ ആഗ്രഹിച്ച ജീവിതം തട്ടിയെടുത്തവനാ എൻ്റെ പ്രാണൻ, എൻ്റെ പ്രണയം. എൻ്റെ പ്രണയത്തെ കൊന്നു അയാൾ. എൻ്റെ വിശ്വേട്ടൻ എന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാരഥി കൊന്നുകളഞ്ഞു. എന്നെ മൃഗീയമായി ഉപദ്രവിച്ചു. അങ്ങനെ ഉണ്ടായ കുഞ്ഞിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കാനാ? എനിക്ക് വെറുപ്പായിരുന്നു. അയാളാ എന്നെ ഇങ്ങനാക്കിയത്. ഞാൻ അയാളെ കൊന്നു. ഇപ്പൊ എന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുക അവൻ. ചേച്ചി, എന്തൊക്കെ ഈ പറയുന്നേ? ആര്യ കരഞ്ഞു. അപ്പോഴേക്കും ഉമ ഓടിയെത്തി. ദേവ് വണ്ടിയെടുത്തു. മഹേശ്വരി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവർ മയക്കത്തിലേക്ക് വീണുപോയി. ഉമയും ആര്യയും കണ്ണീരോടെ ഇരുന്നു. സോറി കേട്ടോ, ഒന്ന് സ്ക്രോളായിപ്പോയി. പാറു ഉണങ്ങിയ തുണികളെല്ലാം കൂടി ബെഡിലേക്ക് ഇട്ടുകൊണ്ട് ഇളിയിൽ കൈകുത്തി. എൻ്റെ അമ്മോ, കഴുകുന്നതോ ഉണക്കുന്നതോ അല്ല പാട്, ഇതൊക്കെ മടക്കി കബോർഡിൽ അടുക്കുന്നതാ സ്വയം പറഞ്ഞുകൊണ്ട് അവൾ ഓരോന്ന് മടക്കി കബോർഡിൽ അടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ വായുവിൽ ഉയർന്നു പൊങ്ങി. കിച്ചാ! ചിരിയോടെ അവൻ അവളുമായി ബെഡിലെ തുണിയിലേക്ക് വീണു. അവൻ്റെ പിടിയുടെ ബലത്തിൽ അവൾ അവൻ്റെ നെഞ്ചിൽ സേഫാണ്. അവൻ്റെ മുഖം അവളുടെ പിൻകഴുത്തിൽ അമർന്നു. അവൻ്റെ മീശത്തുമ്പ് കുത്തി അവൾ കിക്കിളി കൂടി. അവളുടെ പൊട്ടിച്ചിരി ഉയർന്നു. അയ്യോ പാറൂസേ, പതിയെ! അവൻ അവളുടെ മുടിക്കിടയിലൂടെ മുഖം പുറത്തേക്ക് വലിച്ചെടുത്തു. അവൾ ഒന്ന് തിരിഞ്ഞു. അവൻ്റെ നെഞ്ചിൽ താടി ഊന്നി. അങ്ങനെ വലിയൊരു കടമ്പ ചാടിക്കടന്നു. അല്ലേ കിച്ച? അതേടാ, ഞാൻ ശരിക്കും പേടിച്ചു. ഞാനും. എന്നാലും മഹിയേട്ടൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നാ മനസ്സിലാകാത്തത്. ബിസിനസ് മാൻ അല്ലേ കിച്ച, ഹെൽപ്പിന് ആരെങ്കിലുമൊക്കെ കാണും. ഓ പിന്നെ, വർഷങ്ങളായിട്ടും കൂടെയുള്ള വീട്ടുകാർ അറിഞ്ഞില്ല പിന്നല്ലേ? ആ, അതാണ് എൻ്റെ ഏട്ടൻ. മിടുക്കനാ. മനുഷ്യൻ്റെ ഉള്ളിലിരിപ്പ് പോലും മനസ്സിലാക്കും. പെട്ടെന്ന് അവൻ്റെ മുഖം വീർത്തു. എൻ്റെ കുശുമ്പ, അതെൻ്റെ ഏട്ടനാ, എൻ്റെ ചേച്ചിയുടെ ഭർത്താവ്. അവൻ്റെ വീർത്ത കവിളിൽ കുത്തിക്കൊണ്ട് അവൾ ചിരിയോടെ പറഞ്ഞു. അതൊക്കെ ശരിയാ, എന്നാലും എൻ്റെ പാറൂസ് അങ്ങനെ ആരെയും സ്നേഹിക്കണ്ട. എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി. അയ്യടാ, വല്ലാത്തൊരു പൂതി തന്നെ, മരമാക്രി. എടി നിന്നെ ഞാൻ! അവൻ അവളുമായി മറിഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിടുക്കിൽ മുഖം പൊഴുത്തി. അവളുടെ പൊട്ടിച്ചിരി ഉയർന്നു കേട്ടു.